ഹലോ ഫ്രണ്ട്സ്, LP UP എക്സാം കാത്തിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളം സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് പാർട്ട് 1-ൽ നിന്നും ബാലസാഹിത്യം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചെറു പൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ കഥകൾ. ബെഞ്ചമിൻ ബെയ്ലിയുടെ ആണ് മലയാളത്തിൻ്റെ ആദ്യ ബാലസാഹിത്യ കൃതിയായി കരുതുന്നത്. ചെറു പൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ കഥകൾ ബെഞ്ചമിൻ ബെയ്ലിയുടേതാണ് മലയാളത്തിൻ്റെ ആദ്യ ബാലസാഹിത്യ കൃതിയായി കരുതുന്നത്. 1981-ൽ തിരുവനന്തപുരം ആസ്ഥാനമായി കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ച വർഷമേതാണ്? 1981 തിരുവനന്തപുരത്താണ് സ്ഥാപിച്ചത്. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിദ്ധീകരണമാണ് തളിർ. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിദ്ധീകരണമാണ് തളിർ. മാത്യു എം കുഴിവേലിയാണ് ബാലൻ എന്ന പ്രസിദ്ധീകരണശാലയുടെ സ്ഥാപകൻ. മാത്യു എം കുഴിവേലിയാണ് ബാലൻ എന്ന പ്രസിദ്ധീകരണശാലയുടെ സ്ഥാപകൻ. കുഞ്ഞുണ്ണി മാഷിനെ ഏറെ സ്വാധീനിച്ചത് കുഞ്ചൻ നമ്പ്യാരുടെ ഭാഷാശാസ്ത്രമാണ്. കുഞ്ഞുണ്ണി മാഷിനെ ഏറെ സ്വാധീനിച്ചത് കുഞ്ചൻ നമ്പ്യാരുടെ ഭാഷാശാസ്ത്രമാണ്. 2008-ൽ ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ കോമാല എന്ന കഥയ്ക്കാണ്. 2008-ൽ ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ കോമാല എന്ന കഥയ്ക്കാണ്. അപ്പം ചെറു പൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ കഥകൾ ബെഞ്ചമിൻ ബെയ്ലിയുടെ മലയാളത്തിൻ്റെ ആദ്യ ബാലസാഹിത്യ കൃതിയായി കരുതുന്നത്. 1981-ൽ തിരുവനന്തപുരം ആസ്ഥാനമായി കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിദ്ധീകരണമാണ് തളിർ. മാത്യു എം കുഴിവേലിയാണ് ബാലൻ എന്ന പ്രസിദ്ധീകരണശാലയുടെ സ്ഥാപകൻ. കുഞ്ഞുണ്ണി മാഷിനെ ഏറെ സ്വാധീനിച്ചത് കുഞ്ചൻ നമ്പ്യാരുടെ ഭാഷാശാസ്ത്രമാണ്. 2008-ൽ ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ കോമാല എന്ന കഥയ്ക്കാണ്. 2021-ലെ മികച്ച ബാലസാഹിത്യ നോവലായി തിരഞ്ഞെടുക്കപ്പെട്ടത് സേതുവിൻ്റെ അപ്പുവും അച്ചുവും ആണ്. 2021-ലെ മികച്ച ബാലസാഹിത്യ നോവലായി തിരഞ്ഞെടുക്കപ്പെട്ടത് സേതുവിൻ്റെ അപ്പുവും അച്ചുവും ആണ്. ഇനി പ്രധാന ബാലസാഹിത്യ കൃതികളും എഴുത്തുകാരും നോക്കാം. നിങ്ങളിത് എഴുതി പഠിക്കുക. GS ഉണ്ണികൃഷ്ണൻ ഒട്ടകങ്ങൾ പറഞ്ഞ കഥ. CP പള്ളിപ്പുറം ഒരിടത്തൊരു കുഞ്ഞുണ്ണി, അപ്പൂപ്പൻ താടിയുടെ സ്വർഗയാത്ര, ചെണ്ട. A വിജയൻ മുയൽ ചെവി. പ്രഭാകരൻ പഴശ്ശി ദേ പിന്നെ മൃഗഡോക്ടർ. ബഷീർ സർപ്പയജ്ഞം. ഉറൂബ് അപ്പുവിൻ്റെ ലോകം. നന്ദനാർ ഉണ്ണിക്കുട്ടൻ്റെ ഒരു ദിവസം. ഉണ്ണിക്കുട്ടൻ വളരുന്നു. ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ. ചെമ്മനം ചാക്കോ ചക്കര മാമ്പഴം. സുമംഗല കുട്ടികളുടെ വാൽമീകി രാമായണം. കാരൂർ നീലകണ്ഠപിള്ള അഞ്ചുകടലാസ് അഴകനും പൂവാലിയും. ആനക്കാരൻ. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ പച്ചക്കുതിര. കുന്നിമണികൾ. മിന്നാമിന്നി. ഏഴാം കടലിനക്കരെ. നിത്യചൈതന്യയതി മഞ്ഞുതുള്ളി. നിത്യചൈതന്യയതി മഞ്ഞുതുള്ളി. വള്ളത്തോൾ പനിനീർ പൂവും പൈതലും. വള്ളത്തോൾ പനിനീർ പൂവും പൈതലും. സുഗതകുമാരി വാഴത്തേൻ കുട്ടികളുടെ പഞ്ചതന്ത്രം. സുഗതകുമാരി വാഴത്തേൻ കുട്ടികളുടെ പഞ്ചതന്ത്രം. ജോസഫ് മുണ്ടശ്ശേരി രണ്ട് രാജകുമാരികൾ. ജോസഫ് മുണ്ടശ്ശേരി രണ്ട് രാജകുമാരികൾ. MD മാണിക്കക്കല്ല് ദയ എന്ന പെൺകുട്ടി. MD മാണിക്കക്കല്ല് ദയ എന്ന പെൺകുട്ടി. കുഞ്ഞുണ്ണി മാഷ് ഉണ്ടനും ഉണ്ടിയും. അക്ഷരത്തെറ്റുകൾ. കഥാസൂക്തങ്ങൾ. വലിയവനാകാൻ പണ്ട് പണ്ട്. നല്ല കഥകൾ. പഴങ്കഥകൾ. കുറ്റിപ്പെൻസിൽ. അമൃതകഥകൾ. കുഞ്ഞുണ്ണി മാഷും കുട്ടിയോളും. നമ്പൂതിരി ഫലിതങ്ങൾ. വി മാധവൻ നായർ ഉണ്ണികളെ കഥ പറയാം. മാലി രാമായണം. ഉണ്ണിക്കഥകൾ. ഐതിഹ്യലോകം. മലയാറ്റൂർ അമ്പിളിക്കുഞ്ഞ്. മലയാറ്റൂർ അമ്പിളിക്കുഞ്ഞ്. NP മുഹമ്മദ് അവർ നാലുപേർ നാവു മുറിഞ്ഞ കിളി. കുമാരനാശാൻ ബാലരാമായണം. ആറ്റൂർ കൃഷ്ണ പിഷാരടി ലഘു രാമായണം. ആറ്റൂർ കൃഷ്ണ പിഷാരടി ലഘു രാമായണം.
അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഉണ്ണിക്കിനാവുകൾ, ഒരു കുല മുന്തിരിങ്ങ, കളിക്കൊട്ടിലിൽ. പാല നാരായണൻ നായർ, ശിശുഗാനങ്ങൾ, ഓമനപ്പൈതൽ. നാലാങ്കൽ കൃഷ്ണപിള്ള, പൂക്കുട. പി കുഞ്ഞിരാമൻ നായർ, ബാലാമൃതം. ജി ശങ്കരക്കുറുപ്പ്, ഓലപ്പീലി, കാറ്റേവാ കടലേവാ. ചങ്ങമ്പുഴ, കഥാരത്നമാലിക. ചങ്ങമ്പുഴ, കഥാരത്നമാലിക. കെ എം ജോർജ്, ഭാരതത്തിലെ ഭാഷകൾ. രഘുനാഥ് പലേരി, അവർ മൂവരും ഒരു മഴവില്ലും. എസ് ആർ ലാൽ, കുഞ്ഞുണ്ണിയുടെ യാത്രാപുസ്തകം. ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് തന്നെ നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരുന്നു. 2021 മികച്ച ബാലസാഹിത്യ നോവലായി തിരഞ്ഞെടുക്കപ്പെട്ടത് സേതുവിൻ്റെ അപ്പുവും അച്ചുവും ആണ് എന്നുള്ളത്. അത് മറക്കാതെ ഓർമ്മയിൽ വെച്ചേക്കുക. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.